ഹലോ. പരീക്ഷയ്ക്കിനി 1-2 ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. ആ ഒരു എക്സാം ടെൻഷൻ നിങ്ങളിൽ പലർക്കും കാണും. പക്ഷെ ഒട്ടും പേടിക്കണ്ട കേട്ടോ. അനാവശ്യമായ തിയറികളോ വലിയ വലിയ വിശദീകരണങ്ങളോ ഒന്നുമില്ലാതെ വരാനിരിക്കുന്ന പരീക്ഷയിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന വളരെ ഡയറക്റ്റായ ഒരു പരീക്ഷാ ബ്ലൂപ്രിന്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. 10 മാർക്ക്. അതെ, ART1 അൽഗോറിസം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിക്കുന്ന ഒരു 10 മാർക്ക് ചോദ്യമാണ്. ഈ ഒരു എക്സ്പ്ലെയിനറിലൂടെ ആ 10 മാർക്കും മുഴുവനായി നിങ്ങളുടെ പോക്കറ്റിലാക്കാൻ ആവശ്യമായ കൃത്യമായ സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്. ഒരു പോയിന്റ് പോലും മിസ്സാവില്ലാന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇതാ, ഈ കാണുന്നതാണ് നമ്മുടെ അജണ്ട. പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ഉത്തരക്കടലാസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നതിന്റെ ഒരു ഓർഡറാണിത്. എന്താണ് ARVT, പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ട ഡയഗ്രം, പ്രധാന ഘടകങ്ങൾ, 8 ഘട്ട അൽഗോരിതം, ഗുണങ്ങളും പരിമിതികളും, പിന്നെ ഒരു ക്വിക്ക് റിവിഷൻ. ഈ ക്രമത്തിൽ എഴുതിയാൽ മാർക്ക് എങ്ങോട്ടും പോകില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ഭാഗം 1. എന്താണ് ART1? ഒരു പെർഫെക്റ്റ് സ്കോറിന് എപ്പോഴും ഏറ്റവും മികച്ചൊരു തുടക്കം തന്നെ വേണമല്ലോ. ഈ നിർവചനം നിങ്ങൾ അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിച്ചോളൂ. ബൈനറി ഇൻപുട്ട് പാറ്റേണുകൾ ക്ലസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അൺസൂപ്പർവൈസ്ഡ് ന്യൂറൽ നെറ്റ്വർക്കാണ് ART1. നിങ്ങളുടെ ഉത്തരത്തിന്റെ ആദ്യത്തെ വരി ഇത് തന്നെയായിരിക്കണം. പേപ്പർ നോക്കുന്ന എക്സാമിനർക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും നിങ്ങൾക്കിതിന്റെ ബേസിക് ഫംഗ്ഷൻ കൃത്യമായി അറിയാമെന്ന്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടിത്തരുന്ന ഒരു കിടിലൻ കീവേഡ് ഉണ്ട്: സ്റ്റെബിലിറ്റി പ്ലാസ്റ്റിസിറ്റി ഡിലെമ. എന്താണിതെന്നല്ലേ? പഴയ വിവരങ്ങൾ മറഞ്ഞുപോകാതെ തന്നെ പുതിയവ പഠിച്ചെടുക്കുക എന്നൊരു വലിയ വെല്ലുവിളിയാണിത്. ART1 ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ്. എക്സാമിനർ തീർച്ചയായും നിങ്ങളുടെ പേപ്പറിൽ ഈ വാക്ക് തിരയും കേട്ടോ. ഭാഗം 2, പരീക്ഷാ ഡയഗ്രം വരയ്ക്കാം. വേഗത്തിൽ മാർക്ക് നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒരു അടിപൊളി ഡയഗ്രം വരയ്ക്കുക എന്നതാണ്. ഇതാ ഒരു ഡയഗ്രം ചെക്ക്ലിസ്റ്റ്. നിങ്ങളുടെ ഉത്തരത്തിൽ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇൻപുട്ട് നൽകുന്ന F1 ലെയർ, കാറ്റഗറികൾ തിരഞ്ഞെടുക്കുന്ന F2 ലെയർ, ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോട്ടം അപ്പ് ടോപ്പ് ഡൗൺ കണക്ഷനുകൾ, പിന്നെ റീസെറ്റ് ബ്ലോക്കും വിജിലൻസ് പാരാമീറ്ററും. ആ കണക്ഷനുകളുടെ ഡിറക്ഷൻ കാണിക്കുന്ന ആരോ മാർക്കുകൾ വരയ്ക്കാൻ ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ. ഭാഗം 3, പ്രധാന ഘടകങ്ങളുടെ നിർവചനം. ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ വരച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്യണം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. F1 ലെയർ ഇൻപുട്ട് പ്രോസസ് ചെയ്യുന്നു, അതുപോലെ F2 ലെയർ ക്ലസ്റ്ററുകൾ അല്ലെങ്കിൽ കാറ്റഗറികൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇവിടത്തെ യഥാർത്ഥ ഹീറോസ് അവസാനത്തെ 2 ഘടകങ്ങളാണ്: വിജിലൻസ് പാരാമീറ്ററും റീസെറ്റ് മെക്കാനിസവും. ഇൻപുട്ടുകൾ തമ്മിലുള്ള സാമ്യം അഥവാ സിമിലാരിറ്റി കൺട്രോൾ ചെയ്യുന്നത് വിജിലൻസ് പാരാമീറ്ററാണ്. മാച്ച് ആവാത്തവയെ റിജക്റ്റ് ചെയ്യുന്നത് റീസെറ്റ് മെക്കാനിസവും. ഈ 2 വാക്കുകൾ ഉത്തരത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണേ. ഭാഗം 4, 8 ഘട്ട അൽഗോരിതം. തലേ ദിവസം ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ വളരെ സിമ്പിളായ 2 ഫേസുകളായി തിരിക്കാൻ പോവാണ്. ആദ്യത്തെ ഫേസ് സജ്ജീകരണവും ഇൻപുട്ടും. ഇവിടെ 4 സിമ്പിൾ സ്റ്റെപ്പുകളാണുള്ളത്. 1. വെയിറ്റുകൾക്ക് ചെറിയ വാല്യൂസ് നൽകി തുടങ്ങുക. 2. F1 ലെയറിലേക്ക് ബൈനറി ഇൻപുട്ട് കൊടുക്കുക. 3. ഇൻപുട്ടും F2 ന്യൂറോണും തമ്മിലുള്ള സാമ്യം വെച്ച് മാച്ചിംഗ് സ്കോർ കണ്ടുപിടിക്കുക. 4ാമത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ഉയർന്ന സ്കോറുള്ള ന്യൂറോണിനെ സെലക്ട് ചെയ്യുക. ഇതിന് വിളിക്കുന്ന പേരാണ് വിന്നർ ടേക്ക് ഓൾ. എക്സാം പേപ്പറിൽ ഈ വിന്നർ ടേക്ക് ഓൾ എന്ന വാക്കിന്റെ താഴെ 2 വരയെങ്കിലും വിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഫേസ് 2, ടെസ്റ്റിംഗും അപ്ഡേറ്റും. ഇവിടെയാണ് വിജിലൻസ് ടെസ്റ്റിന്റെ മാത്തമാറ്റിക്കൽ ലോജിക് വരുന്നത്. മാച്ചിംഗ് സ്കോർ വിജിലൻസ് പാരാമീറ്ററിനേക്കാൾ, അതായത് റോയേക്കാൾ കൂടുതലോ തുല്യമോ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം. കുറവാണെങ്കിലോ? അപ്പോൾ റീസെറ്റ് മെക്കാനിസം വർക്ക് ചെയ്യുകയും അടുത്ത മികച്ച ന്യൂറോണിനെ അന്വേഷിക്കുകയും ചെയ്യും. മാച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ വിൻ ചെയ്ത ന്യൂറോണിന്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. അവസാനം എല്ലാ ഇൻപുട്ടുകൾക്കും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. വളരെ സിമ്പിളല്ലേ? ഭാഗം 5, ഗുണങ്ങളും പരിമിതികളും. അൽഗോരിതം എഴുതിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഒരു ഉത്തരത്തിന് കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനായി അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, പഴയ വിവരങ്ങൾ മറക്കാതെ പുതിയവ പഠിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്നാൽ പരിമിതികളുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ബൈനറി ഇൻപുട്ടുകൾക്ക് മാത്രമേ ഇത് വർക്ക് ചെയ്യൂ എന്നത്. ഇതൊരു ട്രിക്ക് ചോദ്യമായി പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഇതൊരിക്കലും മറന്നുപോകരുത്. ഭാഗം 6, ദ്രുത റിവിഷൻ ചുരുക്കം. നമ്മൾ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ്. പഠിച്ചതെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാൻ നമുക്കൊരു ക്വിക്ക് റിവിഷൻ നോക്കാം.
ഈ 4 കാര്യങ്ങൾ മനസ്സിൽ നന്നായി ഉറപ്പിക്കുക. 1. പഴയ കാര്യങ്ങൾ മറന്നുപോകുന്ന കാറ്റസ്ട്രോഫിക് ഫർഗെറ്റിംഗ്. ഇത് പരിഹരിക്കുന്നു. 2. ഇത് ബൈനറി പാറ്റേണുകളിൽ മാത്രമേ പ്രവർത്തിക്കൂ. 3. ഇൻപുട്ടുകൾ തമ്മിലുള്ള സിമിലാരിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ബൗൺസറാണ് വിജിലൻസ് പാരാമീറ്റർ. പിന്നെ 4. വിന്നർ ടേക്ക് ഓൾ എന്ന ആശയം. ഓർക്കുക, ഈ ബൈനറി എന്ന ലിമിറ്റേഷൻ മറന്നുപോകുന്നതാണ് സ്റ്റുഡന്റ് സ്ഥിരമായി വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. നിങ്ങളത് ആവർത്തിക്കരുത്. ഇനി നിങ്ങളുടെ എസ്സേ അവസാനിപ്പിക്കേണ്ടത് ഈ ഒരൊറ്റ വാചകത്തിലാണ്. ഇതങ്ങനെ തന്നെ കാണാപാഠം പഠിച്ചോളൂ. വിജിലൻസ് കൺട്രോൾ ഉപയോഗിച്ച് സ്റ്റെബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും സന്തുലിതമാക്കുന്ന ഫലപ്രദമായൊരു ക്ലസ്റ്ററിംഗ് അൽഗോരിതമാണ് ART1. നിങ്ങളുടെ ഉത്തരക്കടലാസിന്റെ അവസാനം ഇതുകൂടെ എഴുതിവെച്ചാൽ ആ 10 മാർക്കും നിങ്ങൾക്ക് തന്നിരിക്കും, ഉറപ്പ്. പരീക്ഷയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ധാരാളമാണ്. പക്ഷെ പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്കൂ. ബൈനറി ഡേറ്റയുടെ കാര്യത്തിൽ RART ഇത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ യഥാർത്ഥ ലോകത്തിലെ കണ്ടിന്യൂസ് ആയ ഡേറ്റ വരുമ്പോൾ ഈ ആൽഗോരിതം എങ്ങനെയായിരിക്കും അതിനെ അഡാപ്റ്റ് ചെയ്യുക? അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വലിയൊരു ഹെൽപ്പ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.